ഹലോ സർ. ഹലോ പാലക്കൽ ഹൈപ്പർ മാർക്കറ്റ് അല്ലേ? അതെ, പാലക്കല ഹൈപ്പർ മാർക്കറ്റ് ആണ്. പറയൂ സർ. ആ, ഞാൻ അന്നാണ് വന്നിരുന്നേ. അപ്പൊ നമ്മള് സംസാരിച്ചിരുന്നു. സർ എന്റെ പറയൂ അടുക്ക പറയൂ, എന്താണ് ആവശ്യം? പറയൂ സർ. അപ്പൊ ഇവിടെ ഞാൻ അന്ന് സൂപ്പർ വന്നപ്പോ മാർക്കറ്റിൽ എന്താ വെച്ചാൽ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞ ആ സാധനത്തിന്റെ ഒരു മൂന്നാല് സാധനം ഇവിടെ എത്തിച്ചാൽ മതി. അപ്പൊ ഞാൻ ഏൽപ്പിച്ചാൽ മതിയല്ലോ, മൊത്തം പൈസകൾ ഒത്തകളാക്കിയിട്ടില്ലേ? സർ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നു. ഒന്നുകൂടി പറയൂ സർ. ബില്ല് എത്രയ്ക്കാണ്? എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പൊ സർ പറയൂ. പാലക്കൽ ഹൈപ്പർ മാർക്കറ്റ് അല്ലേ? അതെ, പാലക്കല ഹൈപ്പർ മാർക്കറ്റ് ആണ്. പറയൂ. ആ, ഞാൻ അവിടെ വന്നിരുന്നു. അപ്പൊ അന്ന് നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. നിങ്ങൾ ആ മൂക്കുത്തിയ പെണ്ണല്ലേ? അതെ അതെ, മൂക്കുത്തിയ ആൾ തന്നെയാണ്. അന്ന് ഞാൻ പറഞ്ഞോളൂ വന്ന് പറഞ്ഞോളൂ. അന്ന് ഞങ്ങൾ സംസാരിച്ചിരുന്നല്ലോ. നമ്മൾ ഇതൊക്കെ ആയിട്ട് മനസ്സിലാക്കി. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞ മാറ്റി സാധനം ഇവിടെ എത്തിച്ച് അന്ന് പോലെ കുത്താക്കി ബുദ്ധിമുട്ടാക്കി കൊടുക്കുക. അതാ പ്രശ്നം. എത്തിക്കോ? സാറ് സാറ് എന്ന് ഇവിടെ റേഞ്ചിന്റെ ചെറിയ കമ്മിയുണ്ട്. സാർ എന്ന് വന്ന കാര്യമാണ് ഈ പറഞ്ഞത്? എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നു. പാലക്കൽ ഹൈപ്പർ മാർക്കറ്റ് അല്ലേ? അതെ, പാലക്കല ഹൈപ്പർ മാർക്കറ്റ് ആണ്. പറഞ്ഞോളൂ ആ, പറഞ്ഞോളൂ. ഞാനന്ന് വന്ന് സംസാരിച്ച് നിങ്ങൾ പറഞ്ഞ ഇറച്ചി മറ്റേ മട്ടന് ബീഫൊക്കെ നിങ്ങൾ തന്നെ ഇറക്കുന്നതാണ്. നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ അതെ ആ അതെ, ഫ്രഷ് നമ്മളിവിടെ ഫ്രഷ് പാലക്കല ഈ ഗ്രൂപ്പിൽ അങ്ങനെയാണെന്ന് സാർ. നമ്മള് ഇവിടെ ആ മീറ്റ് എല്ലാം ഇവിടെ തന്നെയാണ് പ്രിപ്പയർ ആ ചെയ്യുന്നതും ആ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതെല്ലാം. ഓക്കെ, അതിങ്ങനെ പറഞ്ഞിരുന്നേ. അപ്പൊ അതാണ് ആ ഇതിന്റെ നമ്മങ്ങനെ ഫ്രഷ് സാധനങ്ങളായി കഴിഞ്ഞാൽ ഒരു ആ വൃത്തിയാണല്ലോ. ഒന്നാമത് ബീഫ് മട്ടനൊക്കെ ആകുന്ന സമയത്ത് ആ ആ അവിടെ ഈ മട്ടൻ ഈ സാധനങ്ങൾ മൊത്തം ആക്കിയിട്ട് ഒരു ഇതിലും ഇവിടെ ഇത്തരത്തിൽ ആക്കിയാൽ മതി. തൊട്ടപ്പുറത്തന്നെ ഈ സാധനത്ത് ആക്കിയിട്ടും കൂടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇന്നിക്കാട് വരണ്ടല്ലോ. എത്ര ദൂരം മഴ വരും, മഴയൊക്കെ അല്ലേ. എന്നാൽ തിരിച്ചാൽ കൊടുത്താൽ മതി കേട്ടോ. അതെ സാർ. ഹലോ. വൺ സെക്കൻഡ് സാർ. ദേവി ആ, തോന്ന് സാർ അങ്ങോട്ട് ചെല്ലണം. സാർ സാർ, ഇവിടെ റേഞ്ചിന് നല്ല മഴയല്ല, അപ്പൊ അതുകൊണ്ട് റേഞ്ചിന്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അല്ല, സാർ ഇന്നാടെ അറിവുണ്ടായിരുന്നോ? ഇന്ന് അറിവുണ്ടോ? സാർ, യാ ഫ്രഷ് ഷുവർ സാർ. നമ്മൾ എല്ലാ ദിവസവും മീറ്റ് ഇറക്കും. ഇറക്കും. പിന്നെ നിങ്ങൾക്ക് ഏതാ വേണ്ടത്? ആടാണോ പോത്താണോ ചിക്കൻ ആണോ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ മീറ്റ്. സാറിന്റെ അഡ്രസ് പറഞ്ഞോളൂ, ഞാൻ അതിലേക്ക് ഇത് ചെയ്യും. എത്ര കിലോ വേണം സാർ? ഇല്ല, ഇത് മൊത്തം ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ സാധനങ്ങൾ തന്ന വെച്ചാൽ വാരിയൽ ഇതിലൊക്കെ ഉണ്ടാവില്ല മൊത്തമാണോ? ശരി മട്ടൻ്റെതായിട്ട്. ശരി. ഒരു ആടിന്റെ മൊത്തം വേണോ അതോ അല്ല, മൊത്തം പോത്തിന്റെ വേണ്ട, മൊത്തം വേണ്ട, മൊത്തം പിന്നെ വേണ്ട. എന്താ സാർ? നമ്മൾ ഇതിന്റെ ആടിന്റെ ഇതില്ലേ, പോത്തിന് മൊത്തം വാരിയൽ സാധനങ്ങൾ ആക്കിയിട്ട് എത്തിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പൈസ ഞാൻ ഗൂഗിൾ പേ ഇട്ടാൽ മതിയല്ലോ. അത് ആക്കി കൊണ്ടു എത്തിച്ചോളി. ഇവിടെ അടുത്ത് തന്നെ ഇത് ആക്കി 2 കിലോമീറ്റർ ഉണ്ടോ മാക്സിമം. ഡോട്ട് ഡെലിവറി ഇല്ലേ? ഹലോ. ഹലോ. ഹലോ സാർ. ആ ഡോട്ട് സാർ, ഡെലിവറി ഇല്ലേ? ഓ ഡോർ ഡെലിവറി ഉണ്ട് സാർ. ഉണ്ട് 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 ഉണ്ട്. ആയിക്കോട്ടെ. എന്നാ പിന്നെ അതിൽ തിരിച്ചിട്ട് മൊത്തം അതാക്കിയിട്ട് മൊത്തം പാക്കിൽ സാധനത്താണ് എത്തിച്ചാൽ മതി. ഞാൻ പൈസ അപ്പം തന്നെ വിട്ടുതരാം. ചോട്ടോളി. സാറേ സാറേ സാറിന്റെ അഡ്രസ്സ് ക്ലിയർ ആയിട്ട് പറയൂ. ക്ലിയർ ആയിട്ട് എത്ര കിലോനാണ് എന്നൊക്കെ ഒന്ന് പറയുമ്പോ എനിക്ക്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, അങ്ങോട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു സാർ. അല്ല, ഞാൻ അന്ന് അവിടെ വന്ന സമയത്ത് ഓരോ പാക്കാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ ഫ്രഷ് എനിക്ക് ആയിട്ടുള്ള മനസ്സിലായി. പാക്ക് ചെയ്തിട്ടുണ്ട്. പച്ചക്കല്ല് ഉള്ള പിച്ചക്കല്ല് അതന്നെ അതന്നെ അതെ അതെ, അതന്നെ ആ അതിലേക്ക് വൃത്തിയിൽ. മനസ്സിലായി. ആ, അതിന് ശേഷമുള്ളത് സാർ ഒന്ന് റേഞ്ചിന്റെ അവിടെ വന്നിട്ടൊന്ന് പറയോ? ഇവിടെ കുറച്ച് റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാ സാർ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് കുഴപ്പമില്ല. അത് നിങ്ങൾ ഇതാക്കിയിട്ട് മൊത്തം സാധനം ഗൂഗിൾ പേ നമ്പറിൽ ആക്കിയാൽ മതിയല്ലോ. ആ 3-4 ആക്കിയിട്ട് സാധനം മൊത്തം ഒരു 2 കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന്. സാർ 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 സാർ, വൺ സെക്കൻഡ് സാർ. സാർ ഒന്ന് ആ, സ്ലോലി പറയാമോ? അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല, സ്ലോ. അതുകൊണ്ടാ. അതെ, ഇവിടെ അതായത് സമയം 12 മണിയായി. നമ്മൾ ഷോപ്പിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഫ് യു എന്റെ സാർ ആ ഒന്ന് കുറച്ച് സ്പീഡ് സ്പീഡ് ഉണ്ട്. പറഞ്ഞ് സോറി, ആ പറയാമോ? വർത്താനം ഞാൻ അങ്ങനെ കുറച്ച് സ്പീഡ് കൂടി പോവാ. ഞാൻ മെല്ലെ പറഞ്ഞതാ. അത് കുഴപ്പമില്ല സാർ, അത് കുഴപ്പമില്ല. നമുക്കെല്ലാം മനസ്സിലാവും. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതല്ലേ. സാർ പറഞ്ഞോളൂ. ഓക്കെ. സാർ ഒന്ന് സ്ലോലി പറഞ്ഞാൽ മതി. ഓ, മെല്ലെ പറയാം. ആ അതെ അതെ അതെ. സാർ കേൾക്കുന്നില്ല സാർ. സാർ എന്താ പറഞ്ഞു അല്ല, സാർ? മെല്ലെ അതെ, സോറി, അങ്ങനെ മാറിപ്പോയി. മെല്ലെ പറഞ്ഞു. ഇതേ, ആ, നിങ്ങൾ അന്ന് അവിടെ ഞാൻ വന്ന സമയത്ത് സാർ 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 മട്ടൻ വന്ന സമയത്ത് പച്ചക്കല്ല് മൂക്കുത്തി ഇട്ടിട്ടുള്ള ആള് ഞാൻ ആ തന്നെയാണ്. ഞാൻ തന്നെയാണ് മൂക്കുത്തിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വന്നില്ലേനോ ഒരു ഫുള്ള് ഇൻഷേർഡൊക്കെ ആക്കിയിട്ട് ഒരു സാർ മുടിയൊക്കെ കുറച്ച് ഇതായിട്ട് ഒരു ചോന്ന പനിയിട്ട് വന്നില്ലേനോ? ഞാൻ വന്നോ? ഓർമ്മയുണ്ട് 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 ആ, ഓർമ്മയുണ്ട്. അതാ ഞാൻ വന്ന് അതെ അല്ലേ? വന്ന് അവിടെ മട്ടൻ, മട്ടൻ. പോത്ത്, അതെ അതെ. പിന്നെ മീന്, ഒരു അയക്കോറ, ഇതൊക്കെ ഉണ്ട്. ആ ആ അതെ അല്ലേ? ആ, ഇതുവരെ ക്ലിയറാ? ഇതുവരെ എല്ലാം ക്ലിയർ ആണ് റെഡി. സാർ. ആ, അപ്പോ ആ മട്ടൻ ആ മട്ടൻ വാരി 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 വാരി. വാരി ആ വാരി എല്ല്, മട്ടന്റെ ഭാര്യയല്ലേ? ഓക്കെ വാരി സാർ, എല്ല് ഓക്കെ സാർ. കറക്റ്റ് മാ കറക്റ്റ്. മാത്രം കട്ട് ഓ, മുറിക്കുക. പീസ്, അതായത് സ്മോൾ പീസ് മട്ടന്റെ ഭാര്യയല്ലേ ചെറിയ ചെറിയ പീസാക്കി മുറിക്കണമെന്ന്. മുറിക്കുക. ഓക്കെ സാർ, പറഞ്ഞു. 2 കിലോ kg. 2 കിലോ മട്ടന്റെ ഭാര്യയല്ലേ സാറിന് വേണമെന്നല്ലേ? ആ, ഫുൾ പാക്ക്. നോ ബ്ലഡ് ഔട്ട്. ഓക്കെ. ഓ, അതായത് ബ്ലഡ് ഇല്ലാണ്ട്
അത് മൊത്തം യെസ് അടിപൊളിയായിട്ട് ക്ലീൻ clear ക്ലീൻ ആയിട്ട് ക്ലീൻ തരണം. യെസ് യെസ് ഓക്കെ സാർ 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 പാക്ക് സാറിന്റെ അഡ്രസ് ചെയ്യാ പറഞ്ഞോളൂ. ആ ഫുൾ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ നേരപ്പുറത്തുള്ളതാണ് അതിൽ മൂന്നാമത്തെ നാല് പ്ലേറ്റിൽ എത്തി കഴിഞ്ഞാൽ ഗൂഗിൾ പേ സാധനം എത്തിച്ചേരും. പെട്ടെന്ന് ആയിക്കോളി ഇവിടെ സ്വീപ്പാക്കുന്നുണ്ട്, പെട്ടെന്ന് ആയിക്കോട്ടെ. സാർ സാർ ആ സാറിന്റെ അഡ്രസ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു തരാമോ? എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലായിരുന്നു. അനീഷിന്റെ വീട് അറിയോ? ഹലോ, അനീഷിന്റെ വീടോ? ഏത് അനീഷായിരുന്നു? ക്യാമറമാൻ അനീഷ്? നമ്മളെ ഷോപ്പിന് തൊട്ടപ്പുറത്തുള്ള വീടില്ലേ? ഏത് ബസ് സ്റ്റോപ്പാണ് സാർ? അനീഷിന്റെ വീടിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ്. അല്ല, അനീഷിന്റെ വീടിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ്. ആ അപ്പൊ അത് ഏത് സ്ഥലത്താണ് സാർ? ഈ ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റിലല്ല അനീഷിന്റെ വീട്. അതിന്റെ നേരെ ബാക്കില്ല ഈ അനീഷിന്റെ വീടിന്റെ അടുത്ത് ഒരു അയൽവാസിന്റെ വീടുണ്ട്. ഓരോ ചോദിച്ചാൽ മതി. എന്നിട്ട് ജസ്റ്റ് അയൽവാസിനെ ചോദിച്ചിട്ട് അനീഷിന്റെ വീട് നോക്കിയാൽ നേരെ മുമ്പ് കാണുന്ന ഫ്ലാറ്റ്. ആ നിനക്കിപ്പോ എന്താ വേണ്ടത്? മട്ടൻ മട്ടൻ വേണമെങ്കിൽ നല്ലപോലെ പറ. നല്ല പോലെ അല്ല പറയണേ. അനീഷിന്റെ ഫ്ലാറ്റിന് നേരെ ഫ്ലാറ്റ് കയറി അനീഷിന്റെ അടുത്ത് എടുത്തിട്ട് വരും. എത്ര അനീഷിന്റെ അകത്തുണ്ട്? ബസ് സ്റ്റോപ്പിന് നേരെ മുമ്പില്ല ഇതാണ് മാഡം. എടാ പൊട്ട, ഏത് ബസ് സ്റ്റോപ്പ്? അനീഷിന്റെ വീടിന്റെ മുമ്പില്ല ബസ് സ്റ്റോപ്പ്. പോടാ, നിനക്കിവിടെ ഇറച്ചിയില്ല. ഹലോ, നിനക്കിവിടെ ഇറച്ചിയില്ലാന്ന്. ഹലോ സാർ ആ സാർ പറയൂ, അനീഷിന്റെ അഡ്രസ് കറക്റ്റ് ആയിട്ട് പറയൂ, മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് തീരെ വിവരം. നിങ്ങളൊക്കെ ആരാണ് പണിക്കാക്കിയത്? അനീഷിന്റെ വീട് ഈ ബസ് സ്റ്റോപ്പിന് നേരെ മുമ്പിലാണ് അനീഷിന്റെ വീട്. അനീഷിന്റെ വീടിന്റെ അടുത്ത് വേറെ അയൽവാസികളെ വീടുണ്ട്. അയൽവാസികളെ ചോദിച്ചു കഴിഞ്ഞാൽ അനീഷിന്റെ വീട് ഏതാ കിട്ടൂ. അയൽവാസിനോട് ചോദിച്ചാ പോരെ? ഓക്കെ സാർ, ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ഞാനിപ്പോ എന്റെ വീട്ടില്. ഓക്കെ, ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിലാണ്. നിനക്ക് ഇറച്ചി വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നടാ പൊട്ട. ഹലോ, അടി ഇന്ന് ഇത് കിട്ടാനുണ്ടാവില്ല. ഈ ഒരു കാഞ്ചി ഉണക്കമീൻ വെച്ചോ. എന്നാ ശരി, ഓക്കെ. കൊട്ടന്മാരാ സൂപ്പർ മാർക്കറ്റിലേക്ക്. ഹലോ സാർ. ഹലോ, പാലക്കല ഹൈപ്പർ മാർക്കറ്റ് അല്ലേ? അതെ, പാലക്കല ഹൈപ്പർ മാർക്കറ്റ് ആണ്. പറയൂ സാർ. ആ, ഞാൻ അന്നവിടെ വന്നിരുന്നേ. അപ്പൊ നമ്മള് സംസാരിച്ചിരുന്നു. എന്താണ് ആവശ്യം? പറയൂ സാർ. അപ്പൊ ഞാൻ അന്ന് വന്നപ്പോ എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞ ആ സാധനത്തിന്റെ ഒരു മൂന്നാല് സാധനം ഇവിടെ എത്തിച്ചാൽ മതി. അപ്പൊ ഞാൻ ഏൽപ്പിച്ചാൽ മതിയല്ലോ, മൊത്തം പൈസ ഉത്തരവാക്കിട്ടില്ലേ? സാർ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നു. ഒന്നുകൂടി പറയൂ സാർ. ബില്ല് എത്രയൊക്കെയാണ്, എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പൊ സാർ പാലക്കൽ ഹൈപ്പർ മാർക്കറ്റ് അല്ലേ? അതെ, പാലക്കൽ ഹൈപ്പർ മാർക്കറ്റ് ആണ്. പറയൂ. ഞാൻ അവിടെ വന്നിരുന്നു. അപ്പൊ അന്ന് നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. നിങ്ങൾ ആ മൂക്കുത്തിയ പെണ്ണല്ലേ? അന്ന് ഞാൻ വന്ന് അന്ന് സംസാരിച്ചിരുന്നല്ലോ. നമ്മൾ ഇതൊക്കെ ആയിട്ട് മനസ്സിലാക്കി. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞ മാറ്റി സാധനം ഇവിടെ എത്തിച്ച് കഴിഞ്ഞാൽ അന്ന് പോലെ ആക്കിക്കൊണ്ട് അതാ പ്രശ്നം. എത്തിക്കോ സാർ? എന്ന് ഇവിടെ റേഞ്ചിന്റെ ചെറിയ കമ്മിയുണ്ട്. സാർ എന്ന് വന്ന കാര്യമാണ് ഈ പറഞ്ഞത്? എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നു. പാലക്കൽ ഹൈപ്പർ മാർക്കറ്റ് അല്ലേ? അതെ, പാലക്കൽ ഹൈപ്പർ മാർക്കറ്റ് ആണ്. പറഞ്ഞോളൂ. ഞാനന്ന് വന്ന് സംസാരിച്ച് നിങ്ങൾ പറഞ്ഞു ഇറച്ചി മറ്റേ മട്ടന് ബീഫൊക്കെ നിങ്ങൾ തന്നെ ഇറക്കുന്നതാണ്. നിങ്ങൾ തന്നെ അതെ, പാലക്കൽ ഈ ഗ്രൂപ്പ്